ഈ ഇടയ്ക്ക് ഞാനൊരു കുടുംബത്തെയും അതുപോലെ ഒരു രോഗിയെയും പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു വലിയൊരു ക്യാൻസറാണ് വന്നത്. അദ്ദേഹത്തിന് അധികം പ്രായമൊന്നുമില്ല. പക്ഷേ വീട്ടിൽ ശരിക്കും പ്രായമായിട്ടുള്ള അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്. ഇദ്ദേഹത്തിന് 50,00,000 രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയത്. അതുപോലെ വേറൊരു വ്യക്തിയുണ്ട്, കോഴിക്കോടുള്ളതാണ്. അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് സംഭവിച്ച് കൈയും കാലും തളർന്നു പോയി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഇതുപോലെ ഏകദേശം 50,00,000 രൂപയോളം കിട്ടി. 38 വയസ്സുള്ള വേറൊരു വ്യക്തിക്ക് ഇതുപോലെ മരണപ്പെട്ടു. കുടുംബത്തിന് കിട്ടിയത് ഏകദേശം 2 കോടി രൂപയാണ്. ഞാനീ പറയുമ്പോൾ ഇവർ വലിയ പൈസയുടെ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ കിട്ടിയെന്ന് പലരും ചിന്തിക്കാം. അല്ല, വെറും ചായ കുടിക്കുന്ന പൈസ പോലുള്ള ചെറിയ തുകയ്ക്ക് കിട്ടുന്ന ടേം ഇൻഷുറൻസ് പ്ലാൻ എടുത്താലും ഇങ്ങനെ കുടുംബത്തിന് ബെനിഫിറ്റ് കിട്ടും. അത്യാവശ്യം വരുമാനമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആണെങ്കിൽ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഒരു മികച്ച ഒരു ഓപ്ഷനാണ് ടേം ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത്. ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് പലപ്പോഴും മനുഷ്യന്മാരുടെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള അങ്ങേയറ്റം വരുന്ന നിസ്സഹായാവസ്ഥകൾ പലപ്പോഴും കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഗുരുതര അസുഖങ്ങൾ, മരണം, അപകടത്തിൽ അംഗവൈകല്യം ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബം സാമ്പത്തികമായി തകർന്നു പോകാറുണ്ട്. അവർക്കൊക്കെ ഇതുപോലുള്ള ടേം ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഇത് നിങ്ങൾ നാട്ടിലായാലും പ്രവാസിയായാലും എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ചെറിയ പൈസ വരുന്നുള്ളൂ. അങ്ങനെ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക, മാക്സിമം മറ്റുള്ളവർക്കായി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ ഈ ടേം ഇൻഷുറൻസുകൾ വളരെ അഫോർഡബിളാണ്. കുറഞ്ഞ ഒരു പൈസയ്ക്ക് തന്നെ കിട്ടുമെന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. മാസം ഒരു 400 മുതൽ 500 രൂപ മുടക്കി ഒരു ചെറിയ തുകയിൽ നമുക്ക് ടേം ഇൻഷുറൻസുകൾ എടുത്തു വയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കാലയളവിൽ നമുക്ക് മരണം സംഭവിച്ചാൽ 2 കോടി പോലുള്ള വലിയ തുകയായിരിക്കും കുടുംബത്തിൻ്റെ ലഭിക്കുന്നത്. അവരുടെ ചിലവിന് വേണ്ടി അതൊക്കെ ആയിരിക്കും ലഭിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ടോപ്പ് കമ്പനികൾക്ക് ടേം ഇൻഷുറൻസ് ഉണ്ട്. അതുകൊണ്ട് ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് വിവിധ കമ്പനികളുടെ പ്ലാനുകൾ കമ്പയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വിദ്യാഭ്യാസം, ജോലി അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നമുക്ക് വേണ്ട ഫീച്ചേഴ്സൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് 1 കോടിയാണോ 2 കോടിയാണോ അതോ 3 കോടിയാണോ കവറേജ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസം, വരുമാനം, ആരോഗ്യം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് എടുത്തു വയ്ക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ എടുക്കാൻ സാധിക്കുന്നവർ, അതിന് യോഗ്യതയുള്ളവർ എടുത്തു വെക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അവരാരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെങ്കിൽ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നമ്മൾ പൈസ മുടക്കി ടേം ഇൻഷുറൻസ് എടുത്താൽ പിന്നീട് നമ്മുടെ കുടുംബത്തിന് ആവശ്യം വരുന്ന സമയത്ത് കമ്പനി എന്തെങ്കിലും ഒഴിവിഴിവുകളൊക്കെ പറഞ്ഞ് ക്ലെയിം നിരസിക്കില്ലേ എന്നുള്ളതാണ്. പക്ഷേ ടേം ഇൻഷുറൻസുകളെ സംബന്ധിച്ചിടത്തോളം ക്ലെയിം ഇങ്ങനെ ചെറിയ കാരണങ്ങളൊന്നും പറഞ്ഞ് നിരസിക്കാൻ സാധിക്കില്ല. കാരണം ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പം ഞാൻ നൽകിയ ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ 99% ആളുകളിൽ കൂടുതൽ സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള കമ്പനികൾ നോക്കി സെലക്ട് ചെയ്യണം. 100% അടുപ്പിച്ച് ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ ഉള്ള കമ്പനികൾ സെലക്ട് ചെയ്താൽ ഒരു പ്രോബ്ലം ഉണ്ടാവാറില്ല. 99.5% മിക്ക കമ്പനികൾക്കും ഉണ്ട്. ഏകദേശം അങ്ങനെയുള്ള ടോപ്പ് കമ്പനികളാണ് ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടേം ഇൻഷുറൻസ് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ക്ലെയിം റിജക്റ്റ് ചെയ്യുന്നത് സാധാരണയായി ക്യാൻസർ വന്നതിന് ശേഷം പോളിസി എടുത്താൽ, അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ പോലുള്ള അസുഖങ്ങൾ മറച്ചു വെച്ച് എടുത്താൽ, അല്ലെങ്കിൽ കിടപ്പ് രോഗി ആയതിനു ശേഷം കമ്പനിയെ കബളിപ്പിച്ച് പോളിസി എടുത്താൽ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇത് റിജക്റ്റ് ചെയ്യാറുണ്ട്. പിന്നീട് അത് കണ്ടെത്തിയാൽ കമ്പനി ക്ലെയിം ഉറപ്പായിട്ട് നിരസിക്കും. സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ നൽകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും കമ്പനികൾക്ക് ക്ലെയിമുകൾ കൃത്യമായിട്ട് നൽകാനും സാധിക്കും. അതുകൊണ്ട് ക്ലെയിം കിട്ടില്ലെന്ന് ഭയം കൊണ്ട് ടേം ഇൻഷുറൻസ് എടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ ഇൻഷുറൻസ് ആക്ട് സെക്ഷൻ 45 പ്രകാരം ഒരാൾ എന്തെങ്കിലും വിവരങ്ങൾ മറച്ചു വെച്ച് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ ആ കാരണം പറഞ്ഞ് ക്ലെയിം നിരസിക്കാൻ പോലും കമ്പനിക്ക് സാധിക്കില്ല. എന്നാൽ ഈ വിവരങ്ങൾ മറച്ചു വയ്ക്കാൻ ഒരു പ്രോത്സാഹനമല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോൾ 3 വർഷത്തിനുള്ളിൽ കമ്പനി ഓരോരുത്തരുടെയും പശ്ചാത്തലം, ആശുപത്രി അടക്കം സാധാരണ അവർ പരിശോധിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പോളിസി റദ്ദാക്കുക. അപ്പോൾ സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ വിവരങ്ങൾ കൊടുക്കണം. ഒരു അബദ്ധത്തിൽ പോലും ഒന്നും വിട്ടുപോകരുത്. 3 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ക്ലെയിം നിഷേധിക്കാൻ കമ്പനിക്ക് സാധിക്കില്ല എന്നുള്ള നിയമം ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. ഇതെടുക്കുമ്പോൾ ഓരോരുത്തരുടെയും അവരുടെ വരുമാനത്തിനനുസരിച്ച് കവറേജ് ലഭിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ വരുമാനം കുറവുള്ള ഒരാൾ ഒരു 10 കോടിയുടെ കവറേജ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. വരുമാനം കൂടിയ ആളുകൾക്ക് ഒരു പക്ഷേ 3-4 കോടിയുടെ കവറേജ് എടുക്കാനായിട്ട് പറ്റും. നമുക്ക് എത്ര കോടിയുടെ രൂപയുടെ പരിരക്ഷ എടുക്കാൻ സാധിക്കുമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക്. അതിനുശേഷം നിങ്ങൾക്ക് എത്ര വയസ്സ് വരെ കവറേജ് വേണം എന്നും നമുക്ക് തീരുമാനിക്കാം. 85 വയസ്സ് വരെയാണോ 100 വയസ്സ് വരെയാണോ കവറേജ് കിട്ടുന്നതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുക. 100 വയസ്സ് വരെ നിങ്ങൾ എപ്പോൾ മരണപ്പെട്ടാലും ഫാമിലിക്ക് ഈ കവറേജ് തുക കിട്ടുന്നതാണ്. ടേം ഇൻഷുറൻസുകൾ വെൽ റെഗുലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ തുക കിട്ടുമോ എന്നുള്ളൊരു സംശയം നമുക്ക് ഒരിക്കലും വേണ്ട.
ടേം ഇൻഷുറൻസിൻ്റെ ക്ലെയിം ഒരു വിധത്തിലും കമ്പനികൾക്ക് പിടിച്ചു വയ്ക്കാനായിട്ട് സാധിക്കാറില്ല. അർഹതയുണ്ടെങ്കിൽ 100%ഉം നമ്മുടെ കുടുംബത്തിന് ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു 60 വയസ്സോ 70 വയസ്സോ വരെ പ്രീമിയം അടച്ചു, നിങ്ങൾക്ക് ക്ലെയിം ഒന്നും ചെയ്യേണ്ടി വന്നില്ല എങ്കിലും അടച്ച പ്രീമിയം മുഴുവൻ തിരിച്ച് റീഫണ്ട് ചെയ്യുന്ന തരമുള്ള പ്ലാനുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് അങ്ങനെയുള്ളതും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടച്ച പണം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇരട്ടിയായി തിരിച്ച് കിട്ടുന്ന ടേം പ്ലാനുകൾ ഇപ്പോൾ ഉണ്ട്. ഇനി വേറൊരു ഫീച്ചറുണ്ട്, ലിമിറ്റഡ് പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ടേം ഇൻഷുറൻസിൻ്റെ പ്രീമിയം മാസം മാസം അടയ്ക്കാം, അല്ലെങ്കിൽ വാർഷികമായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ മുഴുവൻ പ്രീമിയവും ഒരു 7 വർഷത്തേക്കൊക്കെ ഒറ്റയടിക്ക് അടയ്ക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ 5 വർഷത്തേക്കൊക്കെ ഒറ്റയടിക്ക് അടയ്ക്കാൻ പറ്റും. അങ്ങനെ ഒറ്റയടിക്ക് അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും വലിയ ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ 10 വർഷത്തിലോട്ടൊക്കെ ഒറ്റയടിക്ക് അടയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 8 വർഷത്തേക്കൊക്കെ ഒറ്റയടിക്ക് അടയ്ക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 ലക്ഷത്തേക്ക് ഒറ്റയടിക്ക് അടിച്ചു കഴിഞ്ഞാൽ 45% വരെ ചിലവ് കുറയുന്നതായിട്ട് ലഭിക്കും. ഇനി 10 വർഷം ഒരുമിച്ച് അടച്ചു കഴിഞ്ഞാൽ ഏകദേശം 40% അടുപ്പിച്ച് വരെയാണ് നമുക്ക് പണം ലാഭിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ലിമിറ്റഡ് പേ ഉള്ള ഓപ്ഷനുള്ള പല കമ്പനികളും ഉണ്ട്. അപ്പോൾ നമുക്ക് മരണപ്പെടുന്ന സമയത്ത് കിട്ടുന്ന പണത്തിനോടൊപ്പം തിരിച്ച് റീഫണ്ട് ചെയ്ത് കിട്ടുന്ന പണത്തിനോ ഒന്നും തന്നെ യാതൊരുവിധം ഇൻകം ടാക്സുകളും ലഭിക്കുന്നതല്ല. ടാക്സ് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഫാമിലിക്ക് പണം അതുപോലെ തന്നെ കിട്ടും. ഇനി നിങ്ങൾ പോളിസി കാലയളവിൽ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ അടച്ച പ്രീമിയം ഇരട്ടിയായി റീഫണ്ട് കിട്ടുന്ന തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇത്തരം പ്ലാനുകൾ നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ് മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കാവുന്ന വളരെ എളുപ്പമാണ്. 63,000 രൂപ വരെയൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള പ്ലാനുകളും ഇതിൻ്റെ അകത്തുണ്ട്. അതായത് നമുക്ക് അത്രയും തുക ഒരു ദിവസത്തിൽ ഹോസ്പിറ്റൽ കൺസൾട്ടേഷന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ടേം ഇൻഷുറൻസുകൾ മരണത്തിൽ മാത്രമല്ല, ഇപ്പോൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളൊക്കെ വ്യാപകമായിട്ട് ആളുകൾക്ക് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബേസ് പോളിസി 2 കോടിയുടെ എടുത്തു എന്ന് കരുതുക. അതിൻ്റെ കൂടെ ഒരു 50 ലക്ഷത്തിൻ്റെ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറും കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള 59ഓളം രോഗങ്ങൾ, ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ ആ കവറേജ് തുക നിങ്ങൾക്ക്, അതായത് 50 ലക്ഷം ലഭിക്കും. അതിൻ്റെ കൂടെ ക്യാൻസറൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അംഗവൈകല്യം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് 1 രൂപ പോലും പ്രീമിയം അടയ്ക്കാതെ പോളിസിയുടെ പരിരക്ഷ തുടരുകയും ചെയ്യുന്ന രീതിയിലുള്ള നമുക്ക് എക്സ്ട്രാ ആഡ് ഓണും ഇതിൻ്റെ അകത്ത് ചേർക്കാവുന്നതാണ്. ഇത്തരത്തിൽ വിവിധ പ്ലാനുകളുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. പിന്നെ നിങ്ങൾ ബേസ് പോളിസിയുടെ കൂടെ ഒരു 50 ലക്ഷത്തിൻ്റെ ഒരു ആക്സിഡൻറ്റ് ഡിസബിലിറ്റി റൈഡർ കൂടി എടുത്തു വെച്ചിട്ടുണ്ടെന്ന് കരുതുക. അതായത് അപകടത്തിൽ ഒരു അംഗവൈകല്യം സംഭവിച്ചാൽ ആ തുക കവറേജായി കിട്ടും. ഇനി മറ്റൊന്നാണ് ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ. അതായത് 50 ലക്ഷത്തിൻ്റെ ഒരു ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടാൽ ബേസ് കവറായിട്ടുള്ള, അതായത് ഉദാഹരണത്തിന് 2 കോടി ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 50 ലാക്ക് റൈഡർ കവറേജും കൂടെ ലഭിക്കുന്നതുമുണ്ട്. അടുത്താണ് ടെർമിനൽ ഇൽനെസ് റൈഡർ എന്നൊരു സാധനമുണ്ട്. അത് നിങ്ങൾക്ക് ഒരു രോഗം വന്ന് നിങ്ങളൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ മരിക്കുമെന്ന് മെഡിക്കലി കൺഫേം ആയാൽ നിങ്ങൾക്കുള്ള കവറേജ് തുക മരിക്കുന്നതിന് മുമ്പ് തന്നെ ലഭിക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ ചൈൽഡ് കെയർ ബെനിഫിറ്റ് കൂടി നൽകുന്ന ആഡ് ഓണുകളുണ്ട്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മരണശേഷം കുട്ടിക്ക് 21 വയസ്സാകുന്നത് വരെ ഒരു അഡീഷണൽ തുക അവരുടെ ചിലവുകൾക്കായിട്ട് സം അഷ്വേർഡായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നാളെ തന്നെ മരിച്ചു പോകുന്നതല്ല ഞാൻ പറയുന്നത്, നമ്മൾ എന്നായാലും ഒരിക്കൽ മരിച്ചു പോകും, അല്ലേ? നമ്മളെല്ലാവരും മരിച്ചു പോകും. അപ്പോൾ ഒരു പ്ലാൻ കുടുംബത്തിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം സർജറി ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ചില ആഡ് ഓൺ പ്ലാനുകളുമുണ്ട്. അപ്പോൾ പോളിസി കാലയളവിൽ അത്തരം സർജറികൾ വരുന്ന സമയത്ത് അതും കവറാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് അറിയില്ല ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മളെല്ലാം വിചാരിക്കുന്ന ടേം ഇൻഷുറൻസ് എന്ന് ചെറിയൊരു കാര്യമല്ലേ. ഈ ആഡ് ഓണുകൾ പറ്റുമെങ്കിൽ എടുത്തു വയ്ക്കുക. അപ്പോൾ പങ്കാളിക്ക് കൂടി ടേം പ്ലാനിൻ്റെ പരിരക്ഷ കിട്ടുന്ന രീതിയിൽ എടുക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങളുടെ പോളിസി എടുക്കുന്ന സമയത്ത് സ്പൗസ് കവറേജും കൂടെ, അല്ലെങ്കിൽ ബെറ്റർ ഹാഫിൻ്റെ ബെനിഫിറ്റും കൂടെ എന്നുള്ള ആഡ് ഓൺ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പോളിസി എടുക്കുമ്പോൾ തന്നെ ചേർത്തിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ സം ഇൻഷുർ ആയിട്ടുള്ള തുക അവർക്ക് ലഭിക്കും. കൂടാതെ ഭാവിയിൽ 1 രൂപ പോലും പ്രീമിയം അടയ്ക്കാതെ തന്നെ ടേം ഇൻഷുറൻസ് പോളിസിയുടെ ഒരു ഭാഗം കവറേജ് നിങ്ങളുടെ ഒരു പങ്കാളിക്ക് കൂടെ ലഭിക്കും. അവരുടെ മരണശേഷം ആ തുക കുടുംബത്തിന് കിട്ടും. ഓക്കെ, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആരാണോ ഉള്ളത് അവർക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ പല പല ഫീച്ചേഴ്സുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആഡ് ഓൺ എടുക്കണമെങ്കിൽ കുറച്ച് നമ്മൾ പണം എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. സ്ത്രീകൾക്കാണെങ്കിൽ അവർ ഹൗസ് വൈഫ് ആണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനം കാണിച്ചുകൊണ്ട് ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റും. പ്രവാസികൾക്കൊക്കെ അവർ വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേയും കാട്ടും ഏകദേശം 30 മുതൽ 50% വരെ ചിലവ് കുറവാണ് ഈ ഒരു ടേം ഇൻഷുറൻസ് ഇതിലൂടെ എടുത്തു കഴിഞ്ഞാൽ. ഇനി ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എനിക്ക് 55 വയസ്സ് കഴിഞ്ഞ് ഇത് എടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും പറ്റും, പക്ഷേ അതിന് ഒത്ത വരുമാനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ സമയത്ത് ആരോഗ്യം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക്
അത്യാവശ്യം വിദ്യാഭ്യാസം, വരുമാനം, ആരോഗ്യമൊക്കെ അനുസരിച്ചാണ് ഇത് ലഭിക്കുന്നത്. പണം അടയ്ക്കാൻ സാധിക്കുന്ന എല്ലാവർക്കും ഇത് എടുക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾക്കിതിന് യോഗ്യത ഉണ്ടോ എന്നറിയാനും അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ടും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്കത് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കാനായിട്ട് നിങ്ങളുടെ അഭാവത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടി ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഉപകാരപ്രദമായ റൈഡേഴ്സ് കൂടി ആഡ് ഓൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തന്നെ സർക്കാർ ഇൻഷുറൻസുകളുടെ GST, സർക്കാർ ഇൻഷുറൻസിൻ്റെ ഒരു GST എടുത്തു കളഞ്ഞു അല്ലേ. ആ ഗുണം ശരിക്കും നമ്മളെല്ലാവരും എത്തിക്കഴിഞ്ഞു. പക്ഷേ പല ആളുകളും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. കാരണം വളരെ മുമ്പ് തന്നെ വളരെ കുറഞ്ഞ ഒരു നിരക്കിലാണ് ടേം ഇൻഷുറൻസുകൾ നമുക്ക് എടുക്കാനായിട്ട് വരുന്നത്. ഇപ്പോൾ GSTയും കൂടെ കുറഞ്ഞ സമയത്ത് അതിനേക്കാട്ടും എമൗണ്ട് കുറഞ്ഞിട്ടുള്ള എമൗണ്ടിൽ നമുക്ക് വലിയ പ്ലാനുകൾ എടുക്കാൻ പറ്റും. 15% ഡിസ്കൗണ്ട് വരെ ഈ ഒരു ലിങ്കിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു ശരിയായ സമയം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.